നമസ്കാരം. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളോടുള്ള ആളുകളുടെ താല്പര്യം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബഡ്ജറ്റ് ലെവലിൽ ഇലക്ട്രിക് കാറുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം. കാരണം പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ആളുകൾ വാങ്ങുന്നത്. ഇതിന് ഉദാഹരണം MGയുടെ കോമറ്റ് പോലെയുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളുണ്ട്. ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന വാഹനം നമുക്കറിയാം ജനറേഷൻ 1 പ്ലാറ്റ്ഫോമാണ്. അത് മാത്രമല്ല പഞ്ച്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേഞ്ച് വേണ്ട ഒരു വാഹനം എന്നുള്ള രീതിക്ക് പോകുമ്പോഴത്തേക്കും നല്ല പൈസ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സിൻ്റെ സെയിൽ നമ്പറിനെ ഒരു അവലോകനം ചെയ്യുകയാണ്. അതിനെ നമ്മൾ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുന്നു. അതായത് സെയിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതുവരെയുള്ള സെയിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ നമ്മൾ ഈ വാഹന നിർമ്മാണ കമ്പനികളെ റാങ്ക് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പ്രതീക്ഷയുണ്ട്. കിയയുടെ മികച്ച വാഹനങ്ങൾ ഇപ്പം സിറോസിൻ്റെയൊക്കെ ഇലക്ട്രിക് വരാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുമാത്രമല്ല ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ഇലക്ട്രിക് വരാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഒരു വാഹനം കൊണ്ടുവരും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ ഇതുവരെ ഇല്ലാത്തത് കൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാത്തത്. എന്തായാലും അത്തരത്തിലുള്ളൊരു പ്ലാൻ അവരുടെ പൈപ്പ് ലൈനിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് പോകാം. 10ാമത്തെ സ്ഥാനത്ത് വോൾവോയാണ്. 192 യൂണിറ്റുകൾ ഇതുവരെ 2025-26 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി 9ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിട്രോയിൻ ആണ്. സിട്രോയിൻ 359 യൂണിറ്റുകൾ 2025-26 ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്ക് ഇലക്ട്രിക് കാറുകൾ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പം സിട്രോയിൻ്റെ C3 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നല്ല മികച്ച ഒരു ടെക്നോളജിയിലൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ലിക്വിഡ് കൂൾ ടെക്നോളജി ഒന്നും, അല്ലെങ്കിൽ എൻ്റെ ബാറ്ററി ലിക്വിഡ് കൂൾ ടെക്നോളജിയിലല്ല വരുന്നത്, അത് എയർ കൂൾ ടെക്നോളജിയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ മികച്ച രീതിക്ക് ആ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ കൊടുത്താൽ തീർച്ചയായിട്ടും സിട്രോയിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് വാഹന നിർമ്മാതാവിന് ഇന്ത്യയിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഇനി 8ാമത്തെ സ്ഥാനത്ത് മെഴ്സിഡീസ് ആണ്. 553 യൂണിറ്റുകളാണ് 2025-26 സാമ്പത്തിക വർഷം അവർക്ക് ഇതുവരെ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മികച്ച വാഹന നിർമ്മാതാവാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. മെഴ്സിഡീസിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുമാത്രമല്ല പ്രീമിയം സെഗ്മെൻറ്റിലാണ് ഇവരുടെ വാഹനങ്ങളൊക്കെ വരുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ എക്സ്പെഷ്യലി പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്ക് നല്ല വിലയുണ്ട്. ഇനി 7ാമത്തെ സ്ഥാനത്തേക്കുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനി കിയയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് തന്നെ കിയയുടെ ഇലക്ട്രിക് കാറുകൾക്ക് താരതമ്യേന കംപ്ലൈൻറ്റുകൾ കുറവാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിയ 2025-26 സാമ്പത്തിക വർഷത്തിൽ 1141 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. എന്തായാലും കിയയുടെ സിറോസിൻ്റെ ഇലക്ട്രിക് വേർഷനൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പൈപ്പ് ലൈനിൽ അത്തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ഓൾറെഡി ഇപ്പോൾ അവർക്ക് കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന മികച്ച ഒരു വാഹനമുണ്ട്. അത് ഇലക്ട്രിക്കിൽ വരുന്നൊരു വാഹനമാണ്. അത് മാത്രമല്ല വലിയ ഹൈ എൻഡ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇലക്ട്രിക്കിൽ അവർക്ക് അവൈലബിൾ ആണ്. 6ാമത്തെ സ്ഥാനത്തേക്കുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനി BMW ആണ്. 1510 യൂണിറ്റുകൾ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഇലക്ട്രിക് കാറുകളാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും 1510 എന്ന് പറയുന്നത് വലിയ മികച്ച ഒരു നമ്പർ തന്നെയാണ്. കാരണം BMW ഇലക്ട്രിക് കാറുകളുടെ വില വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ഒരു നമ്പർ തന്നെ അവർക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ 5ാമത്തെ സ്ഥാനത്ത് ഇന്ത്യക്കാർ വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ബിൽഡ് യുവർ ഡ്രീംസ്, BYD ആണ്. BYDയുടെ മികച്ച വാഹനങ്ങൾ സീഗൾ പോലെയുള്ള കോമ്പാക്ട് സൈസിലുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. 2975 യൂണിറ്റുകളാണ് 2025-26 സാമ്പത്തിക വർഷം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു മികച്ച മുന്നേറ്റം തന്നെയാണ്. കാരണം ഇവരുടെ വാഹനങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസുള്ള വാഹനങ്ങളാണ്, മികച്ച ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. ഒരു ചൈനീസ് ബ്രാൻഡ് എന്നുള്ള രീതിക്ക് നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. മുൻപ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി അത് BYDയുടെ ബാറ്ററി തന്നെയാണ്. ഇനി 4ാം സ്ഥാനത്ത് ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് ഒരു മികച്ച മുന്നേറ്റം നൽകിയത് ക്രെറ്റയുടെ ഇലക്ട്രിക് ആണ്. ക്രെറ്റ എന്ന് പറയുന്ന പേര് തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പേരായിട്ട് മാറി. അതൊരു ബ്രാൻഡായിട്ട് മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 3558 യൂണിറ്റുകൾ ഇലക്ട്രിക് കാർ യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അതൊരു മികച്ച മുന്നേറ്റം തന്നെയാണ്. ഇനി 3ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി നമ്മളെ ഞെട്ടിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്.
2024-25 സാമ്പത്തിക വർഷത്തിലെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ 2024-25 സാമ്പത്തിക വർഷം തുടങ്ങി ഒക്ടോബർ വരെയുള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3500 യൂണിറ്റിന് മുകളിൽ വിറ്റ ഒരു വാഹന നിർമ്മാണ കമ്പനി. 2025-26 സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,436 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ B6 ആണെന്നുണ്ടെങ്കിലും XEV9e ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം XUV 700 ഇലക്ട്രിക് വേർഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ മാത്രമല്ല, ടെക്നോളജിക്കലി നല്ല മികച്ച വാഹനങ്ങളാണ് ഇപ്പോൾ മഹീന്ദ്ര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു വർധനവെന്ന് പറയുന്നത് ഏകദേശം മാർക്കറ്റ് ഷെയർ തന്നെ 21% ഇപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ്. 3500 മുകളിൽ വാഹനങ്ങൾ വിറ്റ ഒരു വാഹന നിർമ്മാണ കമ്പനി, ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ ഒരു വാഹന നിർമ്മാണ കമ്പനി. അത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-25 സാമ്പത്തിക വർഷം ഏപ്രിൽ ടു ഒക്ടോബർ എടുക്കുമ്പോഴുള്ളൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ ടു ഒക്ടോബർ നോക്കുമ്പോഴത്തേക്കും ഈ 3500 ആ ഒരു റേഞ്ചിൽ വിറ്റ വാഹന നിർമ്മാണ കമ്പനി 19,436 യൂണിറ്റുകളിലേക്ക് വളർന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. അതുമാത്രമല്ല അതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. ഗ്ലോബലി ഈ ഒരു വാഹനം സൗത്ത് ആഫ്രിക്കയിലേക്ക് നല്ല രീതിക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. 2ാം സ്ഥാനത്ത് MG ആണ്. MGയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ 29% അവരിപ്പോൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ ടു 2024 ഒക്ടോബർ കാലഘട്ടത്തിൽ 8,000-ന് മുകളിൽ വാഹനങ്ങൾ വിറ്റ ആ ഒരു വാഹന നിർമ്മാണ കമ്പനി, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ 26,640 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കാൻ കഴിഞ്ഞു. വിൻസർ EV എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വരവോടുകൂടിയാണ് ഇത്രത്തോളം മികച്ച ഒരു പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് ഷെയറിൻ്റെ 29%, ഇലക്ട്രിക് കാറുകളുടെ മാർക്കറ്റ് ഷെയറിൻ്റെ 29% ഇപ്പോൾ MGയുടെ കൈവശമാണ്. 1ാം സ്ഥാനത്തുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. 70% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്തിരുന്ന ആ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇപ്പോൾ 38% മാത്രമാണ് പാസഞ്ചർ ഇലക്ട്രിക് കാർ വിപണിയുടെ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 2025-26 സാമ്പത്തിക വർഷത്തിൽ 34,586 ഇലക്ട്രിക് കാറുകളാണ് അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള Harrier.EVക്ക് നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ടാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ മികച്ച കാറുകൾ വരാൻ പോകുന്നുണ്ട്. സിയറ വരുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ട് തന്നെ ആൾട്രോസിൻ്റെ EVയും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.